സംഗതി ഭയങ്കര ചേഞ്ച് ഉണ്ടോ പല എന്താ കുട്ടിപ്പാ പ്രശ്നം? എന്താ കുട്ടിപ്പാ പ്രശ്നം? അവിടെ 262 കോടി രൂപയാണ് ഇവർക്ക് ലാഭം. എന്തിന്റെ? ഇവർക്ക് 262 കോടി രൂപ. അത് സർഫിനല്ലേ ചങ്ങാതി അതിന്റെ ലാഭം കിട്ടുക? BSNL മേളയാണ് നടക്കുന്നത്. അന്നൊന്ന് പോയി നോക്കുക. എന്താ 262 കോടി നിങ്ങളെ ലാഭം എന്നൊക്കെ പറഞ്ഞു? എന്താ സംഗതി പരിപാടി? നമസ്കാരം. ഇത് BSNL ഒരു മേളയാണ് നടക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ നമ്മൾ 262 കോടി ലാഭത്തിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മേളയിൽ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ നമ്മുടെ ഏറ്റവും പഴയ ടെക്നോളജി ആയുള്ള കോപ്പർ അണ്ടർഗ്രൗണ്ട് വഴി കൂടി നമ്മൾ കൊടുക്കുന്ന കോപ്പർ ടെക്നോളജി ഉപേക്ഷിക്കുകയാണ്. പകരം ഫൈബർ ടെക്നോളജി എന്ന് പറയുന്ന പുതിയ ഫൈബറിൽ കൂടി ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെയാണ് നമ്മൾ ഇന്റർനെറ്റ് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന ആദ്യത്തെ ചാർജ് ആയിട്ടുള്ള ബോർഡൻ ചാർജസ്, ഇൻസ്റ്റലേഷൻ ചാർജസ്, ഈ ചാർജുകളൊക്കെയാണല്ലോ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ ഒഴിവാക്കുകയാണ്. ഒഴിവാക്കിയ ശേഷം ഡിജിറ്റൽ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിലുള്ള എല്ലാവർക്കും നമ്മൾ ഇൻ്റർനെറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ അവർ വീടുകളിൽ എത്തിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുതിയ ടെക്നോളജി ആയിട്ട് 4G മൊബൈലിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിവിടെ ഇൻറ്റഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷോർട്ട്ലി നിങ്ങൾക്ക് അതിൻ്റെ സർവീസും കിട്ടുന്നതായിരിക്കും. അതെ, നമ്മുടെ 4G ഇൻറ്റഗ്രേഷൻ പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞ് ഓൺ എയർ ആയിട്ടുണ്ട്. നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും BSNL നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ തദ്ദേശീയമായി വികസിപ്പിച്ച 4G സർവീസ് എല്ലാവർക്കും ലഭ്യമാണ്. നമ്മുടെ ഈ ഫൈബറിൽ കൂടി തരുന്ന ഇൻ്റർനെറ്റ് കണക്ഷന് മറ്റ് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിൽ എവിടെയും ലാൻഡ് ലൈൻ സൗകര്യം ഫ്രീ ആയി നമുക്ക് കോൾ വിളിക്കാൻ പറ്റും. മുൻപ് എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടെങ്കിൽ അതേ നമ്പർ തന്നെ ഇപ്പോൾ വീണ്ടും ലഭിക്കുന്നതുമാണ്. മനസ്സിലായില്ലേ? BSNL മേളന്റെ കാര്യമാണ് അത്. മറ്റേ സർഫിന്റെ ലാഭമല്ല, BSNL ലാഭമാണ്. ഏതൊരു സംഗതി ഇതൊക്കെ നടക്കുകയാണെങ്കിൽ സംഗതി പൊളിക്കൂട്ടോ. ആൾക്കാരെന്താ? ഓക്കെ.